വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിൽ ഇടത് വലത് നേതൃത്വം ബിജെപിക്കെതിരെ തിരിയുമ്പോൾ നിലപാട് വ്യക്തമാക്കി ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ മാത്രമാണ് വിഷയം ചർച്ചയാകുന്നത് എന്നും വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചകൾ നടത്തുമെന്നും അനിൽ ആന്റണി ജനം ടിവിയോട് പറഞ്ഞു. തലസ്ഥാനത്ത് നിന്ന് KB ശ്യാമപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് അടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി ജനം ടിവിയോടൊപ്പം ചേർന്നു. വലിയ ഒരു ബൃഹത്തായ വികസന രേഖയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക്, വോട്ടർമാർക്ക് മുന്നിലേക്ക് BJP ഇട്ട് വോട്ട് തേടുന്നത്. എന്താണ് ഈ ഒരു അവസരത്തിൽ ഇത്രത്തോളം വലിയൊരു ബൃഹത്തായ വികസന രേഖ അവതരിപ്പിക്കുന്നത്? ഇത്രത്തോളം പ്രതീക്ഷയിലൂടെയാണ് BJP ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തിൽ നിറഞ്ഞേക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നേരിടുന്നത്. കേരളത്തിന് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പുമാണ്. കാര്യം കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 11 വർഷത്തിൽ LDFും UDFും മാറി മാറി വന്നാലും ഇപ്പം ഇവിടെ ഒരു വികസന മുരടിപ്പുണ്ട്, അവസരങ്ങളുടെ കുറവുണ്ടെന്നുള്ള കാര്യം ഏകദേശം എല്ലാ വീട്ടിലും പറയുന്നൊരു കാര്യമാണ്. എയിംസ് അടക്കമുള്ള വിഷയങ്ങൾ മുൻ പല ഘട്ടങ്ങളിലെല്ലാം തന്നെ പ്രകടന പത്രികയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത്തരത്തിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഇത്തരത്തിൽ പല പ്രതികൂല ഘടകങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. എന്താണ് എയിംസ് ഇത്തവണ BJP അത് യാഥാർത്ഥ്യമാക്കും എന്നുള്ളൊരു കണക്കൂട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ പ്രകടന പത്രിക? 100% കാര്യം. 2014 എല്ലാം കൂടെ ഇന്ത്യയിൽ 7 എയിംസേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ 67 വർഷത്തിൽ ഇന്ത്യയിൽ എല്ലാം കൂടെ 7 എയിംസേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 25-ൽ കൂടുതൽ എയിംസ് ഇന്ന് സാങ്ഷൻ ആയിട്ടുണ്ട്. ഏകദേശം എല്ലാം ഓപ്പറേഷനിലുമാണ്. പക്ഷേ അതിനൊരു പ്രക്രിയയുണ്ട്. ഓരോ സ്റ്റേറ്റും അതിൻ്റെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യണം. അതിന് 3 സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. ഇങ്ങനെ ചില പ്രോസസ്സുണ്ട്. ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. അത് കാരണമാണ് ഇത് വരാത്തത്. പക്ഷേ ഇന്ന് പ്രോസസ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% എത്രയും പെട്ടെന്ന് ഇവിടെ എയിംസ് കൊണ്ടുവരണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം. സ്റ്റേറ്റിൻ്റെ ഒരു ഡിലേ ഇതിനകത്ത് പ്രകടമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നിലവിൽ പല ഘട്ടങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടമ്പോൾ ഈ ഡീൽ ആരോപണം വളരെയധികം കൊഴുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരിടത്ത് ഇടതുപോലത്തെ മുന്നണികൾ തന്നെയാണെങ്കിൽ വലിയൊരു പ്രചാരണ വിഷയമായി കൊണ്ടു നടക്കുന്നത്. ഈ ഡീൽ ആരോപണത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് BJP അതിനെ നോക്കി കാണുന്നത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ, എല്ലാ ദേശീയ തെരഞ്ഞെടുപ്പുകളിലും, എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ 2 പാർട്ടികളിലും ഒരേ അലയൻസിൻ്റെ ഭാഗമാണ്, ഒരു ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമാണ്. 3 തെരഞ്ഞെടുപ്പുകളിൽ ഇവർ ഒരുമിച്ചാണ് BJPക്കെതിരെ ദേശീയ തലത്തിൽ നേരിട്ടത്. അതുപോലെ ഏകദേശം 20-ലധികം സംസ്ഥാനങ്ങളിൽ ഒരു ഒഫീഷ്യലി അലയൻസ് പാർട്ട്ണറാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും എല്ലാം സീറ്റ് ഷെയറിംഗ് നടന്നപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അലയൻസിൻ്റെ ഭാഗങ്ങൾ, ഒഫീഷ്യൽ ഭാഗങ്ങളാണ് ഈ കോൺഗ്രസും BJPയും, ഈ കോൺഗ്രസും CPM. എന്നിട്ട് ഇവർക്കെല്ലാവർക്കും അതിൽ സീറ്റുകളുമുണ്ട്. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് ഇവർക്ക് അലയൻസ് ആണെന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. നിലവിൽ ഏറ്റവും ഒടുവിലായി നേമത്ത് SDPI ബന്ധം അടക്കം ചില ഇടത് സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ പ്രാദേശികമായി തേടിയിരുന്നു. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇത്? നേരത്തെ തന്നെ ഇടതുപോലത്തെ മുന്നണികൾ ഇത്തരത്തിൽ SDPIയുടെ പിന്തുണ വേണ്ടെന്ന് വെക്കുന്നു, പ്രത്യക്ഷത്തിൽ വേണ്ടെന്ന് വെക്കുന്നു. എന്നാൽ പരോക്ഷമായ ആ ഒരു കൂട്ടുകെട്ടിന് പരസ്യമായിട്ട് പല തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ആ ഒരു പിന്തുണ തേടുന്നൊരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. 2 പാർട്ടികളും ഇന്ന് ഒരുപാട് വർഗീയ പാർട്ടികളുമായിട്ട് സന്ധി ചേരുന്നുണ്ട്. SDPയുമായിട്ടും പലരുമായിട്ടും ഇവർ സന്ധി ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വികസനം ഒരു വിഷയമാക്കി ഇന്ന് തെരഞ്ഞെടുപ്പ് നേരിടുന്ന BJP മാത്രമേ ഉള്ളൂ. ഇത് കാരണം തന്നെയാണ് നമ്മൾ നല്ല ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. ഈ FCR ബില്ലിൽ ഏറ്റവും ഒടുവിലായി വരുമ്പോൾ FCR ബില്ലിൽ ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മാത്രം ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാനായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഇടതുപോലത്തെ മുന്നണികൾ ശ്രമിക്കുന്നത്. എന്താണ് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി തന്നെ അവർക്ക് മറ്റു പ്രചരണ വിഷയങ്ങളില്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലേക്ക് ഈ ഒരു വിഷയം മാത്രം എടുത്ത് ഇങ്ങനൊരു കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നത്? FCR ബില്ല് കൊണ്ടുവന്നതിൽ ഇത് ഏതെങ്കിലും ഒരു മതത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെയോ അല്ലെങ്കിൽ ഇതിലൊരു റിലീജിയസ് ആസ്പെക്റ്റ് പോലും ഇല്ലാത്തൊരു ബില്ലാണ്. ഇപ്പം ഇതിനു മുമ്പ് ഞാൻ ചില സിറ്റുവേഷൻസ് ഞാൻ പറയാം. ഇപ്പം സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നു. ആ സമയത്തും ഇവിടെയുള്ള ഒരുപാട് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ചില സമുദായത്തിലുള്ളവരുടെ പൗരത്വം പോകുന്നൊക്കെയാണ് പറഞ്ഞത്. വഖഫ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നപ്പോഴും പറഞ്ഞത് ചില സമുദായത്തിലുള്ളവരുടെ ലാൻഡ് മുഴുവൻ പോകുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒരാൾക്കും ഇവിടെയുള്ള ഒരു ഇന്ത്യൻ പൗരനും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരാളുടെ ഒരു ലാൻഡും ഒന്നും പോയിട്ടില്ല. എല്ലാം നിയമം കൊണ്ടുവന്നത് അതിൻ്റെ നല്ല ഉദ്ദേശത്തോടെയാണ്. അതുപോലെ ഈ ആക്ട് കൊണ്ടുവന്നതും ഇപ്പോൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് NGOകളുണ്ട്, 10,000-കണക്കിന് NGOകളുണ്ട്. പക്ഷേ അതിൽ ചിലവർ ഫോറിൻ ഫണ്ട് കൊണ്ടുവന്നത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിനൊരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടി കൊണ്ടുവന്നൊരു ബില്ലിനെ ഇന്ന്
പൊളിറ്റിസൈസ് ചെയ്യാനും ഒരു റിലീജിയസ് കളർ കൊണ്ടുവരാനും ചിലവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വാസ്തവമല്ല. ഒറ്റ കാര്യം കൂടി, ഇതിൽ ക്രൈസ്തവ സഭകളെ ഇത്തരത്തിൽ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് BJP നീങ്ങും എന്നതിനാണ് കരുതുന്നത്. ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെയോ അല്ലെങ്കിൽ സമുദായം ഇതിനൊരു റിലീജിയസ് ആസ്പെക്റ്റ് പോലും ഇല്ലാത്തൊരു ബില്ലാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഈ ബില്ലിനെ കുറിച്ച് ആശങ്കകളുള്ള എല്ലാവരുമായിട്ടും സംസാരിക്കും, തീർച്ചയായിട്ടും സംസാരിക്കും. ഓക്കെ, നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയ നേതൃത്വത്തിൻ്റെയും. തിരുവനന്തപുരത്തു നിന്നും അനീഷ് കാട്ടക്കടയ്ക്കൊപ്പം KB ശ്യാമപ്രസാദ്, ജനം.